വീട്ടുസാധനങ്ങൾ, ടിവികൾ, മദറാണെങ്കിലും ബാദറാണെങ്കിലും നിങ്ങൾക്ക് വേണോ പഴയ ഗ്രൈൻഡർ? ബ്രദറായാലും സിസ്റ്ററായാലും നിങ്ങൾക്ക് വേണോ പഴയ ജ്യൂസർ? സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ വിൽപ്പന ഇന്ന് വൈകുന്നേരം മാത്രം. വേണോ പഴയ വീട്ടുപകരണങ്ങൾ വേണോ? ആദ്യമായിട്ടാണ് കോയിൻസിഡൻസിലൂടെ ഹണി കറക്റ്റ് സ്ഥലത്തെത്തിയത്. സംശയമുണ്ടോ? ചിരിച്ചോ. എല്ലാ മഹാമാരിയും ആദ്യം ജനങ്ങൾ കളിയാക്കി ചിരിച്ചിട്ടേ ഉള്ളൂ. പിന്നീട് ഒരിക്കൽ അയാളുടെ കീഴിൽ തന്നെ ജോലിയും ചെയ്യും. കൂട്ടുകാരെ, ഇതൊരു നല്ല സാധനമാണെന്നാ തോന്നുന്നേ. ഇതിലാണെങ്കിൽ കുറെ ബട്ടൺസ് ഉണ്ടല്ലോ. എന്റെ ഷർട്ടിന്റെ 2-3 ബട്ടൺസ് പൊട്ടിപ്പോയായിരുന്നു. ഇതിൽ നിന്ന് ഒരെണ്ണം ഊരിയെടുത്തിട്ട് ഞാൻ അതിൽ പിടിപ്പിച്ചോളാം. ചേട്ടനറിയാമോ ഈ അഡ്രസ് എവിടെയാണെന്ന്? അതെ അറിയാം. നിങ്ങൾ നേരെ പോയി ആ ബ്രിഡ്ജിന്റെ മുകളിൽ കയറിക്കോ. ഓക്കേ. ചേട്ടാ, അവിടെ ബ്രിഡ്ജൊന്നും കാണുന്നില്ലല്ലോ. അത് ചേട്ടന്റെ കൊമ്പാണ്. അതെ ചേട്ടാ, ഈ അഡ്രസ് അറിയാമോ? ഓ സോറി. അതെ ചേട്ടാ, ഈ അഡ്രസ് അറിയാമോ? അറിയാം. കാണുന്ന സ്ഥലം. താങ്ക് യു. ജിറാഫേട്ടാ, ചേട്ടൻ ആ സ്ഥലം അടുത്തായിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾക്ക് ഒരു 10 കിലോമീറ്ററെങ്കിലും അകലെയാ. ഞാൻ ഫസ്റ്റ് എത്തിയേ. ഇതേ ഓട്ട മത്സരമല്ല. അവന്റെ കയ്യിൽ നിന്ന് അഡ്രസ് വാങ്ങിക്കണം കേട്ടോടാ കഴുതേ. അയ്യോ, നമ്മള് ജയിലിലായോ? എനിക്ക് തോന്നുന്നതാണ് ഇത് ഇല്ലീഗലാണെന്നാണ്. ആരത്? എന്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ്, ഇവരാണ് റിലേഷൻഷിപ്പ്, പിന്നെ ഇവരാണ് ബപ്പീഷിപ്പ്. ഞങ്ങൾ 3 പേരുണ്ട്, നിങ്ങൾ 4 പേരും. ഇന്ന് എല്ലാത്തിനും ഒരു തീരുമാനമാവും. എടി ആടുപേര് ഇതാ വരുന്നു.
ഇപ്പൊ അതേ 4 പേരായില്ലേ? ഇവളുടെ പേരാണ് പേരി. ഇനി എന്താ വേണ്ടത് പറയാ? ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയാ? ഞങ്ങൾക്കൊരു അഡ്രസ്സിലെത്തണം. അവിടെ നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. നിധിയോ? അത് ചിലപ്പോ ഒരു വലിയ നിധിയായിരിക്കും. അത് ഞങ്ങൾക്കുള്ളതായിരിക്കും. ഞങ്ങൾ പണക്കാരാകും. പിന്നെ ഇങ്ങനെ കൂട്ടം കൂടി നടക്കില്ല. കൂട്ടമായി നടക്കില്ല, കൂട്ടം കൂട്ടമായി നടക്കില്ല, കൂട്ടം കൂട്ടമായി നടക്കില്ല. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കൂട്ടം കൂടി തന്നെ പോകും. വേഗം പോയാ നിധി അന്വേഷിക്കുക. ചെല്ല. വെള്ളത്തിന്റെ കിണറിന്റെ നടുക്ക് മലയോ? എങ്കിൽ തീർച്ചയായും ആ നിധി അതിനകത്ത് തന്നെ കാണണം. അയ്യോ, ഇവിടെയും ആ നിധി ഇല്ല. ആ നിധി എവിടെയാണ്? എവിടെയാണ് ആ നിധി? എവിടെയാണ് അതുള്ളത്? കാട്ടിലുള്ള കുരങ്ങൻ കിണറിനകത്തുണ്ടേ. മുകളിൽ ഫാൻ കറങ്ങുന്നേ, താഴെ കുഞ്ഞും ഉറങ്ങുന്നേ. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒരേ ഒരു പേരക്കുട്ടിയാണേ. ഉറക്കമില്ലാത്ത രാത്രികളാണേ, ഉറങ്ങുമ്പോഴും അതെല്ലാം സ്വപ്നങ്ങളാണേ. വിശ്രമങ്ങൾ അന്നും ഇന്നും പരിശ്രമങ്ങളാണേ. നാടോടുമ്പോൾ നമ്മൾ നടുവിലുമാണേ. എം ഷേപ്പുള്ള മരത്തിന്റെ പുറകിൽ, അത് ആട്ടിൻകൂട്ടങ്ങളുടെ താഴെ. പോയം റിട്ടൺ ബൈ വില്യം ഷേക്സ്പിയർ. കൂട്ടുകാരെ, ഇതൊരു അഡ്രസ് ആയിരുന്നില്ല, അതൊരു പോയമാണ്. ചുമ്മാ മനുഷ്യന്റെ സമയം കളയാൻ ഓരോ ഇടപാടുകൾ. പക്ഷെ ഞാൻ ആലോചിച്ചത് ഇതെങ്ങനെയാ ഹാർമോണിയത്തിൽ നിന്ന് വന്നേന്നാ. നീ എന്തിനാടാ ആ ഓട്ടോ ഓടിച്ചു വന്നത്? സത്യത്തിൽ എനിക്ക് കാട്ടിൽ വെച്ച് കിട്ടിയതാണ് ഈ ഓട്ടോ. പ്രായമുള്ള ആളാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ തന്നെ ഓടിച്ചതാ കേട്ടോ. അല്ല, ഈ മഹാന്മാരൊക്കെ ആരാണ്? ഇവരുടെ പേരാണ് ബണ്ണിയും പോപ്പട്ടും. പിന്നെ എന്റെ പേര് കേട്ടിട്ടുണ്ടാവില്ലോ അല്ലേ? ഇല്ലല്ലോ. എന്നാ ഇപ്പൊ കേട്ടോ, ഹണി, ദ വൺ ആൻഡ് ഓൺലി ഹണി. സ്വർണത്തിനെല്ലാം മാറ്റം കൂട്ടണം. എല്ലാരും എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ കൂട്ടുകാരെ, ഇതിവന്റെ സ്റ്റൈലാണ്. ഇവൻ കവിത പറയുന്നതിനോടൊപ്പം കൂട്ടുകാരുടെ കാലം തൊട്ട് തൊഴാറുണ്ട്. അത് ശരി, കണ്ടു പഠിക്ക് സോർദാറെ. നീ എന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുത്തു? എന്നിട്ട് നീ ഇതുവരെ എന്റെ കാല് തൊട്ട് തൊഴുതിട്ടുണ്ടോ? നിങ്ങൾ വളരെ നല്ലവരാണല്ലോ. നീയും വളരെ നല്ലവനാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എൻജോയ് ചെയ്യാം. അതെ, വീട്ടിലെ ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് പുറത്ത് കറങ്ങാം. കാളവണ്ടി. എന്താ പറഞ്ഞോ? ഒന്നുമില്ല. ഞാൻ ദേ ഇവരോടാ ചോദിച്ചത്, കാള വേണോ അതോ വണ്ടി വേണോ? ഒരുപാട് ദൂരമുണ്ട്, വളരെ കഷ്ടമാണ്. കാളപ്പുറത്തു വാ, ഇത് നേരെ കാട്ടിലോട്ടാണ്. അല്ല, ഇവരിത് എങ്ങോട്ടായി പോകുന്നത്? ഇവരുടെ ഓട്ടം കണ്ടിട്ട് എന്തോ പന്തികേട് പോലെ തോന്നുന്നു. വിടരുതാമാരെ, വേഗം പിടിക്ക്. പിടിക്കാമാരെ, പിടിക്കേ. നീ എന്തിനാണ് എന്നെ അടിച്ചത് ഇപ്പോ? ഞാൻ എവിടെ അടിച്ചു? വടിയല്ലേ കൊണ്ടത്. ഇത്രയധികം വാതിലുകളോ? ഒളിച്ചു കളിക്കാൻ ഏതായാലും നമുക്ക് ഇനി ഇങ്ങോട്ട് വരാം.
എനിക്ക് നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ നുണയാണെന്ന് മനസ്സിലായി. ആഹാ, എടാ സർദാറെ, നീ ഇവിടെ എത്തിയോ? ആ വാ നമുക്ക് ഇവിടുന്ന് വേഗം പോകാം. ഹബീബി, ഇവൻ എന്റേതാണ്. ഇതെങ്ങനെയാ സംഭവിച്ചേ? ഹബീബി, ഞാൻ തന്നെയാണ് കെട്ടിയത്. നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോഴാ ആലോചിച്ചത് ബോഡിയിലുള്ള ഈ സ്പേസ് കൂടെ വരച്ച് ഫില്ല് ചെയ്യാമെന്ന്. അല്ല, ഇനി എന്തിനാ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളെ പിടിക്കാൻ വേണ്ടിയല്ലേ വന്നത്. എന്തൊരു ഉപ്പാ ഇത്? ഏത് കഴുതയാ ഉപ്പിട്ടത്? സാറേ, ഈ കഴുത തന്നെയാണ് ഉപ്പിട്ടത്. അതെ, എനിക്കൊരു പന്നീർ പക്കോട വേണം. ഇതാ എടുത്തോളൂ. ഇത് ഗോപി പക്കോടയാണല്ലോ. അത് പിന്നെ ഞങ്ങള് കഴുതകളല്ലേ സാറേ, ഞങ്ങൾക്ക് അതിന് മാത്രം വിവരമൊന്നും ഇല്ലല്ലോ. വിഷമിക്കണ്ട, സാറ് ഇതായി കബാബ് കഴിച്ചോ. ആ. ആ. ഓ. ആ. എടാ, ഇത് മുളക് കൊണ്ടുണ്ടാക്കിയതല്ലേ? ഞാനിപ്പോ പറഞ്ഞതന്നെ ഉള്ളൂ സാറേ ഞങ്ങൾ കഴുതകളാണെന്ന്. പിന്നെ എന്തിനാ വിശ്വസിച്ചത്? ഇപ്പൊ എനിക്ക് തോന്നുന്നത് സാറാണ് കഴുത എന്നാ. ആ. ആ. ആ? ആ, അനിയ, നീയും കഴിച്ചോ? ഇന്ന് എന്റെ പിറന്നാൾ ദിവസമല്ലേ? ഇതാ, നീയും കഴിച്ചോ? നിങ്ങളും കഴിക്കേ. പിടിച്ചോ. എടാ, ഇതെന്താ ഈ കാണിക്കുന്നേ? ഇത് ഇങ്ങനെയല്ലല്ലോ മുറിച്ചു കൊടുക്കുന്നേ. അപ്പൊ പിന്നെ എങ്ങനെയാ മുറിക്കേണ്ടത്? ആ, ആ, ആ. ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാണ്. എല്ലാരും ഓടിക്കോ. അടിപൊളി. ഇനി നമ്മുടെ ബണ്ണിച്ചേട്ടൻ 4 വാക്ക് പറയുന്നതായിരിക്കും. 4 വാക്ക്. ആയില്ലേ? ആയി. That's it. അല്ല, എന്തെങ്കിലും ഒന്ന് പറയുന്നേ. എന്തെങ്കിലും ഒന്ന്. ദാ ഇപ്പൊ പറഞ്ഞു. That's it. That's it. എന്റെ ചേട്ടൻ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ എന്നെ കുറിച്ച് 4 വാക്ക് പറയാനാണ്. ഇത് ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട പാർട്ടിയായിരുന്നു. മാത്രമല്ല, നീ ലോകത്തെ വലിയൊരു കഴുതയാണ്. ആഹാ. അത് മാത്രമല്ല, നിങ്ങൾ തലമുറകളായി കഴുതകളുമാണ്. ആ. നിന്റെ അമ്മാവൻ, നിന്റെ വലിയച്ഛൻ, നിന്റെ ഇളയച്ഛൻ എല്ലാവരും കഴുതകളാണ്. എല്ലാവരും ചേർന്ന് പറയൂ. നമ്മൾ നമ്മൾ കഴുതകളാണ്.